ഈ സമീപകാലത്ത് ജീവിച്ചിരുന്ന മുസ്ലിം പണ്ഡിതന്മാരിൽ ഏറ്റവും ആധികാരിക പണ്ഡിതനായി അറിയപ്പെടുന്ന ഡോക്ടർ മുഹമ്മദ് ഹമീദുള്ള മുഹമ്മദ് മഹാനായ പ്രവാചകൻ എന്ന തൻ്റെ ഗ്രന്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാഷ്ട്രീയ ജീവിതം ആ പുസ്തകത്തിൽ അദ്ദേഹം പകുതിയിലേറെ പേജുകളിൽ അദ്ദേഹം എഴുതി ചേർത്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ എന്ന് പറയുന്ന ഈജിപ്തിലെ ബഹുമാന്യനായ പണ്ഡിതൻ ദി ലൈഫ് ഓഫ് മുഹമ്മദ് എന്ന് പറയുന്ന പ്രസിദ്ധമായ കൃതിയിലും ഇസ്ലാമിക രാഷ്ട്രസങ്കല്പങ്ങളെക്കുറിച്ചും വിശദമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിൽ മതം വേറെ രാഷ്ട്രം വേറെ എന്ന് പറയുന്ന ഒരു സങ്കല്പം നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നില്ല. ഇത് മാത്രമല്ല, ഏതേത് പ്രവാചകനെ അള്ളാഹു ഏതേത് കാലഘട്ടത്തിലേക്ക് അയച്ചിട്ടുണ്ടോ ആ പ്രവാചകന്മാരൊന്നും തന്നെ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക മേഖലകളിൽ നിന്ന് മാറി നിന്നതായിട്ട് ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാത്രം പ്രത്യേകതയല്ല. അള്ളാഹു പ്രവാചകന്മാരെ നിശ്ചയിച്ചയച്ചിട്ട് അതിനെക്കുറിച്ച് നമ്മളോട് പറഞ്ഞത് വലിക്കുല്ലി ഉമ്മത്തിർ റസൂലിൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. എല്ലാ സമൂഹത്തിലേക്കും ഞാൻ പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. അള്ളാഹു പറയണം, എല്ലാ സമൂഹത്തിലേക്കും വലിക്കുല്ലി ഉമ്മത്തിർ റസൂലിൻ, എല്ലാ സമൂഹത്തിലേക്കും ഞാൻ പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്, നബിമാരെ അയച്ചിട്ടുണ്ട്. അൻ ഇഅ്ബുദുല്ലാഹ്, അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യണമെന്നും വജ്തനിബുത് താഗൂത്ത്, പൈശാചിക ശക്തികളെ, ജാഹിലിയ വ്യവസ്ഥിതികളെ, ജാഹിലിയ സംസ്കാരങ്ങളെ കൈയൊഴിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടാണ്. ഇവിടെ ത്വാഗൂത്ത് എന്ന പദം ഇസ്ലാമല്ലാത്ത മുഴുവൻ ജാഹിലിയ വ്യവസ്ഥിതിയെയും കുറിച്ചാണ് അള്ളാഹു സൂചിപ്പിച്ചത്. സംശയമുള്ളവർക്ക് മദീനയിൽ നിന്ന് ഇറക്കിയ മദീന പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഇറക്കിയിട്ടുള്ള ഹിലാലിൻ്റെ ഖുർആൻ തഫ്സീറുണ്ട്, അത് പരിശോധിച്ചാൽ മനസ്സിലാവും. ത്വാഗൂത്ത് എന്ന പദത്തിന് ഇസ്ലാമല്ലാത്ത, അത് ഭരണകൂടങ്ങളാകാം, വ്യവസ്ഥിതികളാകാം, വിഗ്രഹങ്ങളാകാം, അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന ഏതുമാകാം. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ ബിംബങ്ങളായി, തങ്ങളുടെ ഖിബിലകളായി നിശ്ചയിക്കപ്പെട്ടതെന്തും, ഇസ്ലാമല്ലാത്ത എന്തും അത് ജാഹിലിയ വ്യവസ്ഥിതികളായിട്ടാണ് ഖുർആൻ ആധുനിക ലോകത്തെ പരിഭാഷകരടക്കം അത് രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത്. അള്ളാഹു ഏതെങ്കിലും ഒരു പ്രവാചകനെ ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് നിശ്ചയിച്ച് അയച്ചിട്ട് അവർ കുറേ കാര്യങ്ങൾ, ജനങ്ങളുടെ നിലപാടുകളും പിന്നീട് കുറേ പടച്ച ഇബാദത്ത് എന്ന് പറയുന്ന നമസ്കാരം, നോമ്പ്, അതേപോലെ തന്നെ ആരാധനാ കർമ്മങ്ങൾ അള്ളാഹുവിന് മാത്രം മാറ്റിവെക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അള്ളാഹു അതിനെക്കുറിച്ച് വ്യക്തമായി സൂറ അൽ മാഇദയിൽ വിശദമാക്കിയിട്ടുണ്ട്. വകൈഫ യുഹക്കിമൂനക വഇൻദഹുമുത് തൗറാത്തു ഫീഹാ ഹുക്മുല്ലാഹ് സുമ്മ യതവല്ലൗന മിൻ ബഅദി ദാലിക വമാ ഉലൈക ബിൽ മുഅ്മിനീൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ച യഹൂദന്മാർ അവരുടെ വേദഗ്രന്ഥം അനുസരിച്ചുകൊണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയുമായിരുന്നു. മദീനയിൽ ലോകത്ത് ആദ്യമായി എഴുതപ്പെട്ട ഒരു ഭരണഘടന ഉണ്ടാക്കിയത് മദീനയിലാണ്. ആ മദീന ലോകത്ത് ഏറ്റവും ആദ്യത്തെ സെക്കുലർ സ്റ്റേറ്റ് ആയിരുന്നു എന്ന് പ്രൊഫസർ മുഹമ്മദ് ഹമീദുള്ള ലോകത്തോട് പറഞ്ഞിട്ടുണ്ട്. അവിടെ അള്ളാഹു ജൂതന്മാർക്ക് ജൂതന്മാരുടെ തൗറാത്ത്, അത് ശരിയാകട്ടെ തെറ്റാകട്ടെ, അവർക്ക് അവിടെ അതനുസരിച്ച് ജീവിക്കാൻ കഴിയുമെന്ന് പ്രവാചകനുമായിട്ടുള്ള കരാറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു ചോദിക്കുന്നു, വകൈഫ യുഹക്കിമൂനക്, അവരുടെ കയ്യിൽ വേദഗ്രന്ഥം ഉണ്ടായിരിക്കെ, തൗറാത്ത് ഉണ്ടായിരിക്കെ, അവർക്ക് അവതരിപ്പിക്കപ്പെട്ട തൗറാത്ത് ഉണ്ടായിരിക്കെ, അതിൽ വിധികളുണ്ടായിരിക്കെ, പിന്നെയും അവർ വിധി കൽപ്പിക്കാതെ അതിൽ നിന്ന് പിന്മാറിപ്പോകുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? വമാ ഉലൈക ബിൽ മുഅ്മിനീൻ, അവർ വിശ്വാസികളല്ല. അതായത് അവർ തൗറാത്തിൻ്റെ പോലും അഹ്ലുകാരല്ല എന്നാണ് ഖുർആൻ പറയുന്നത്. എന്നിട്ട് വീണ്ടും അള്ളാഹു വിശദീകരിക്കുന്നു, ഇന്ന അൻസൽന തൗറാത്ത ഫീഹാ ഹുദൻ വനൂർ, നാം അവതരിപ്പിക്കപ്പെട്ട തൗറാത്തിൽ അതിൽ സന്മാർഗമുണ്ടായിരുന്നു, അതിൽ പ്രകാശമുണ്ടായിരുന്നു. ഒരുപാട് നബിമാരും അതേപോലെ തന്നെ ആ സമൂഹത്തിൽ ജീവിച്ച
ഉത്കൃഷ്ടരായ മഹത്തുക്കളായ ആളുകളും അതനുസരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമനുസരിച്ചുകൊണ്ട് വിധി കൽപ്പിക്കുമായിരുന്നു. അവിടെ അള്ളാഹു പറയുന്നു, അതിൻ്റെ ഏറ്റവും അവസാനം ഒമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹു വഉലൈക ഹുമുൽ കാഫിറൂൻ. അള്ളാഹു പറഞ്ഞതനുസരിച്ച്, അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് ആരാണോ ഹാക്കിമീത്ത് നടത്താത്തവൻ, ആരാണോ വിധിക്കാത്തവൻ, ഫഉലൈക ഹുമുൽ കാഫിറൂൻ, അവർ കാഫിറുകളാണ്. അള്ളാഹു വിശദമാക്കണം, അവർ കാഫിറുകളാണ്. അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ചുകൊണ്ട് വിധിക്കാത്തവൻ കാഫിറാണ്. സ്വാഭാവികമായും നിയമനിർമ്മാണത്തിൻ്റെ അവകാശം, രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകൾ എല്ലാ പ്രവാചകന്മാരുടെയും ഡ്യൂട്ടി ആയിരുന്നു എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഹമ്മദ് നബിയുടെ മാത്രമൊന്നുമല്ല. അതിൽ വിശദമായ കാര്യങ്ങൾ അള്ളാഹു അവതരിപ്പിച്ചിട്ടുണ്ട്. പല്ലിന് പല്ല്, ഒരാത്മാവിന് പകരം മറ്റൊരാത്മാവ്, ഖിസാസുകൾ, പ്രതിക്രിയകൾ. എന്നിട്ട് അള്ളാഹു വീണ്ടും പറയുന്നു സൂറത്തുൽ മാഇദയിൽ നിങ്ങൾക്ക് ഇത് വായിക്കാൻ കഴിയും, 45-ാമത്തെ സൂക്തം. സമയം കൂടിപ്പോകാതിരിക്കാൻ വേണ്ടി ഞാനത് ഖുർആനിലെ ആയത്തുകൾ ഉദ്ധരിക്കുന്നില്ല. വമല്ലം, അള്ളാഹു വീണ്ടും പറയുന്നു, വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹു വഉലൈക ഹുമുൽ ളാലിമൂൻ, അവർ അക്രമികളാണ്. അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് വിധിക്കാത്തവൻ അക്രമികളാണെന്നാണ് അള്ളാഹു പറയുന്നത്. ഇത് തന്നെ വീണ്ടും ഈസാ റസൂലിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹു ഇഞ്ചീലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് വീണ്ടും അതിൻ്റെ ആവർത്തനമായി വീണ്ടും വരുന്നു, വമല്ലം യഹ്കും വൽയഹ്കും അഹ്ലുൽ ഇൻജീൽ ബിമാ അൻസലല്ലാഹ്. വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹു വഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവരും അക്രമികളാണ്, ഫാസിഖീങ്ങളാണ്, സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരാണ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകനോട് അള്ളാഹു പറയുന്നു, വഅൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ്, അതിൻ്റെ ഒക്കെ ബാക്കിയായി ഇതാ നിനക്ക് ഞാൻ വേദഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നു, മുസദ്ദിഖൻ, സത്യസന്ധമായ രീതിയിൽ. അവർ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ വ്യക്തമായ ജനങ്ങൾക്ക് മുൻപിൽ, ഒരു ജനതയ്ക്ക് മുൻപിൽ പറഞ്ഞത് ഖുർആനിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിയമങ്ങളാണ്. അതിൽ രാഷ്ട്രം വേറെ മതം വേറെ എന്ന് പറയുന്ന നമ്മുടെ മുൻപിലുള്ള സങ്കല്പങ്ങളുമായി ഇത് ഒരുമിച്ച് പോരില്ല. പ്രവാചകൻ സ്ഥാപിച്ച മതം ഇസ്ലാമാണെങ്കിൽ അള്ളാഹു പറയുന്നു, ദുഖുലു ഫിസ്സിൽമി കഫ, നിങ്ങൾ പൂർണ്ണമായി ഇസ്ലാമിൽ പ്രവേശിക്കണം. നിങ്ങൾ ഭാഗികമായ ഒരു ഇസ്ലാമിനെയല്ല ആഗ്രഹിക്കേണ്ടത്, നിങ്ങൾ ഭാഗികമായ ഒരു ഇസ്ലാമിക ആരാധനാകർമ്മങ്ങളെയല്ല ആഗ്രഹിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ ലോകത്ത് സ്ഥാപിച്ച മതമേതാണോ, ആദർശമേതാണോ, ആദർശ പ്രസ്ഥാനം ഏതാണോ, അതിലേക്കാണ് നിങ്ങൾ വരേണ്ടത് എന്നാണ് ഖുർആനിൻ്റെ വ്യക്തമായ കാഴ്ചപ്പാട്. അതനുസരിച്ചുകൊണ്ടാണ് പ്രവാചകൻ ജനങ്ങൾക്കിടയിൽ ജീവിക്കുകയും അതിനുവേണ്ടിയാണ് ഖുർആൻ നിലനിർത്തിയതും. അതിനുശേഷം വന്ന പ്രവാചകൻ്റെ ശിഷ്യന്മാർ 4 പേരും ഖിലാഫത്തുർ റാഷിദകളും മുഴുവൻ ഇസ്ലാമിക ഭരണകൂട സങ്കല്പങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയത്. പക്ഷേ ആധുനിക നൂറ്റാണ്ടിൽ മതം വേറെ രാഷ്ട്രം വേറെ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലേക്ക് നാം എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഖേദകരം. ഇത് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പടച്ചുവിട്ട ഒരു പരിപാടിയായിരുന്നു. യഥാർത്ഥത്തിൽ മക്കയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്തത് 3 അടിസ്ഥാന കാര്യങ്ങളാണ്: അള്ളാഹുവിൻ്റെ ഏകത്വം, പ്രവാചകന്മാരുടെ സത്യസന്ധത, യൗമുൽ ഖിയാമ, ആഖിറത്ത്. പക്ഷേ മക്കയിലെ ജനങ്ങൾ ഭൂരിപക്ഷവും 4 പേരൊഴിച്ചു ബാക്കി മുഴുവൻ ആളുകളും തൗഹീദിനെയാണ്, അള്ളാഹുവിൻ്റെ ഏകത്വത്തെയാണ് വിമർശിച്ചത്. പക്ഷേ ഇതിന് ചുക്കാൻ പിടിച്ച പ്രവാചകൻ്റെ ആദർശത്തെ നശിപ്പിക്കാൻ ശ്രമിച്ച ആ 4 ആളുകളുടെയും ലക്ഷ്യം തൗഹീദായിരുന്നില്ല. അവർ 4 പേരുണ്ടായിരുന്നു. ആ 4 പേരെയും ഖുർആൻ പരോക്ഷമായും പ്രത്യക്ഷമായും അതിൽ 3 ആളുകളെയും ഖുർആൻ ശപിച്ചു. അതിൽ ഒരാളെ ഒഴിച്ചു മാത്രം ശപിച്ചതായി നമുക്ക് ഖുർആനിൽ കാണാൻ കഴിയില്ല. 4 പേരായിരുന്നു. അതിൽ ഒരാളെ മാത്രമാണ് ഖുർആൻ ശപിക്കാതെ വിട്ടത്. ആ 4 പേർ നിയന്ത്രിക്കുകയായിരുന്നു സമൂഹത്തെ. ആ 4 പേരിൽ ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇവർ 4 പേരുടെയും ലക്ഷ്യം നേതൃത്വമായിരുന്നു. ഇവർ പ്രവാചകനെ നിഷേധിച്ചത് അടിസ്ഥാനപരമായി ഈ മുഹമ്മദിൻ്റെ സ്ഥാനത്ത് മുഹമ്മദിന് പ്രവാചകത്വം നൽകിയ ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന വാദമാണ് അവർ ഉള്ളാരെ ആഗ്രഹിച്ചത്. എന്തുകൊണ്ട് ഞങ്ങൾക്കത് കിട്ടിയില്ല? ഇത് മുഹമ്മദിലേക്ക് പോയതിലെ അസൂയ നിമിത്തമാണ് അവർ പ്രവാചകനെ നിഷേധിക്കാൻ കാരണമായതും അവർ പ്രവാചകനെ
എതിർക്കാൻ വേണ്ടി ജനങ്ങളോട് തങ്ങളുടെ വിഗ്രഹങ്ങളെ എതിർക്കുന്നു എന്ന, മുഹമ്മദ് തങ്ങളുടെ വിഗ്രഹങ്ങളെ എതിർക്കുന്നു എന്ന സങ്കല്പം എന്ന പ്രമേയം മുൻപിലേക്ക് ഇട്ടുകൊണ്ട് ജനങ്ങളെ വഴിതെറ്റിക്കുകയായിരുന്നു. ഇവിടെ മക്കയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർക്കപ്പെട്ടത് തൗഹീദിൻ്റെ പേരിലായിരുന്നെങ്കിൽ ഭൂരിപക്ഷം ജനത പ്രവാചകൻ്റെ പ്രവാചകത്വത്തെയല്ല നിഷേധിച്ചത്. ഭൂരിപക്ഷം ജനത പ്രവാചകൻ കൊണ്ടുവന്ന ഏറ്റവും അവർക്ക് വിഷമകരമായ സംഗതി പ്രവാചകൻ കൊണ്ടുവന്ന തൗഹീദിനെയായിരുന്നു. രണ്ടാമത് പ്രവാചകൻ കൊണ്ടുവന്ന ആഖിറത്തിനെയായിരുന്നു, പരലോക വിശ്വാസത്തെയായിരുന്നു. എങ്കിൽ പ്രവാചകൻ മദീനയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രവാചകൻ്റെ നേതൃത്വത്തെ അംഗീകരിക്കാൻ വിസമ്മതിച്ച, തങ്ങളുടെ വേദഗ്രന്ഥങ്ങളിൽ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ട ഒരു പ്രവാചകൻ വരുമെന്ന സന്ദേശം അറിഞ്ഞിരുന്ന യഹൂദ പണ്ഡിതന്മാർ, ഒരു പ്രവാചകൻ വരുവാനുണ്ട് എന്ന വ്യക്തമായ വിവരം കിട്ടിയ യഹൂദ പണ്ഡിതന്മാർ പ്രവാചകനെ നിഷേധിച്ചത് പ്രവാചകൻ്റെ നേതൃത്വത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന അടിസ്ഥാനത്തിലാണ്. പക്ഷേ അവരിൽ ചില ആളുകൾ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഖുർആൻ 4 അധ്യായങ്ങൾ, സൂറത്തുൽ ബഖറ, സൂറ ആലു ഇമ്രാൻ, സൂറത്തുൽ നിസാ, സൂറത്തുൽ മാഇദ, ഇത് മുഴുവൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രവാചകൻ്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടതിൽ. അതുപോലെ തന്നെ പ്രവാചകൻ്റെ രാഷ്ട്രീയ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. 4 പ്രബലമായ അധ്യായങ്ങൾ അതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. സത്യത്തിൽ ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ വ്യവസ്ഥിതിയെ തകർക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി, ആ ആഗ്രഹം, ഇസ്ലാമിൽ രാഷ്ട്രീയമില്ല എന്ന് പറയുന്ന ആ ഒരു കാഴ്ചപ്പാട് യഥാർത്ഥത്തിൽ മുഹമ്മദുർ റസൂലുള്ളാ, മുഹമ്മദിനെ റസൂലായി അംഗീകരിക്കുവാൻ ഇഷ്ടപ്പെടാതിരുന്ന യഹൂദ ക്രൈസ്തവ സമൂഹത്തിൻ്റെ, അവരിൽ ജീവിച്ചിരുന്ന പണ്ഡിതന്മാരുടെ ഒരു കാഴ്ചപ്പാടിനോട് സമാനമാണ് എന്ന് മനസ്സിലാക്കാതിരിക്കാൻ വേറെ നിർവാഹങ്ങളൊന്നുമില്ല. യഥാർത്ഥത്തിൽ അവർ ഈ മുഹമ്മദീയ റിസാലത്തിനെ നിഷേധിക്കാനുണ്ടായ കാരണം, ഈ ഉമ്മത്തിലൂടെ, ഈ മുഹമ്മദിൻ്റെ പിൻഗാമികളിലൂടെ ഒരു വലിയ സമൂഹം പിറവികൊള്ളുമെന്നും ഇവർക്ക് ലോകത്തിൻ്റെ നേതാക്കളും ജേതാക്കളുമാകുമെന്നും അവർക്കറിയാമായിരുന്നു. ഖുർആൻ അത് അസന്ദിഗ്ധമായിട്ട് പറയുന്നുണ്ട്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. ഖുർആൻ എല്ലാവരും, ഒട്ടുമിക്ക ആളുകളും ഓതുന്ന ഖുർആനിലെ സുവ്യക്തമായ ഒരു ആയത്താണത്. എന്തുകൊണ്ടാണ് അതിന് കിട്ടിയത്? എന്തിനാണത് നൽകിയത്? ഒരു ബ്രാഹ്മണൻ്റെ മകനായി ജനിക്കുന്നത് കൊണ്ട് വംശീയതയുടെ പേരിൽ കിട്ടിയ ഒരു മഹത്വത്തെ പോലെയല്ല ഇത്. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻഗാമിയാകുന്നതോടുകൂടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കിട്ടിയ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക ഒരു വ്യവസ്ഥിതിയുടെ താക്കോൽ കൂട്ടമാണ് അവൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. സ്വാഭാവികമായും ഈ നേതൃത്വത്തെ നിഷ്കാസനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവരുണ്ടാക്കി വച്ച വിദണ്ഡവാദങ്ങളെ ഉയർത്തിപ്പിടിച്ച് പ്രവാചകനെ അവർ എന്തുകൊണ്ട് നിഷേധിച്ചുവോ അതേ കാരണങ്ങൾ തന്നെയാണ് മുഹമ്മദീയ ഉമ്മത്തുകളിലും അവർ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇസ്ലാമിൻ്റെ രാഷ്ട്രസങ്കല്പം അത് ഇസ്ലാമിക നേതൃത്വവുമായി ബന്ധപ്പെട്ടും അതുപോലെ മുഹമ്മദീയ റിസാലത്തുമായും ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഖുർആൻ പഠിപ്പിച്ച, ഖുലഫാ ഉർ റാഷിദുകൾ പഠിപ്പിച്ച, നക്ഷത്രതുല്യരായ സ്വഹാബികൾ പഠിപ്പിച്ച ആ ഒരു മാർഗത്തിലേക്കുള്ള ഒരു തിരിച്ചു നടത്തമാണ്, ആ ഒരു മുന്നേറ്റമാണ് നമ്മളിൽ നിന്നുണ്ടാകേണ്ടത്. തീർച്ചയായും അത് നമ്മളിൽ നിന്നുണ്ടായിത്തീരേണ്ടതുണ്ട്. അതിലേക്കുള്ള ഒരു മാർഗമായി നാം ഇതിനെ കാണുകയാണ്.